Hello friends, ഈ മൊങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ കോവിഡ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കിറ്റ് കണ്ടല്ലോ നിങ്ങൾ, മൈലാബ് എന്ന് പറഞ്ഞ കമ്പനി ഇറക്കുന്ന കോവി സെൽഫ് എന്ന് പറഞ്ഞിട്ടൊരു റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് കിറ്റാണ്. അതായത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് കിറ്റിനെ പറ്റി. RT-PCR ഉണ്ട്, അങ്ങനെ പലതരം ടെസ്റ്റുകളുണ്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതിനകത്ത് റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ ഒരു കിറ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങി നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോവി സെൽഫ് എന്ന് പറഞ്ഞ ഈ ഒരു കിറ്റിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 രൂപയാണ്. നമുക്കിത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാം. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് വാങ്ങി യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച് നോക്കാം, ഇതിനകത്ത് എന്തൊക്കെ സാധന സാമഗ്രികളാണ് ഉള്ളത് നമുക്ക് നോക്കാം. ഈ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു കവറുണ്ട്. ഡിസ്പോസൽ ബാഗാണ്, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് നമുക്ക് കളയാനുള്ള ഒരു ബാഗുണ്ട്. നമുക്കിവിടെ മാറ്റി വെക്കാം. അതുപോലെ തന്നെ അടുത്തൊരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു കിറ്റ് എടുത്താൽ ഇങ്ങനത്തെ ഒരു കുപ്പി ഉണ്ടാവും ഇതിനകത്ത്. ഞാനത് പൊട്ടിച്ച് കാണിക്കാം. ഇങ്ങനത്തെ ഒരു കുപ്പി ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഇതിനകത്ത് ഒരു ലിക്വിഡ് ഉണ്ട്, പ്രീഫിൽഡ് എക്സ്ട്രാക്ഷൻ ട്യൂബ് എന്നാണ് ഇതിനവർ എഴുതിയിരിക്കുന്നത് ഇതിനകത്ത്. അതായത് നമ്മൾ സ്വാബ് എടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു നേഷണൽ സ്വാബ് ഇതിനകത്ത് മുക്കി വെച്ചിട്ട് ആ ലിക്വിഡിലേക്ക് ആക്കണം. ഞാൻ കാണിച്ചു തരാം, ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്യൂബ് ഉണ്ടാവും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേസൽ സ്വാബാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കവറിനകത്ത് നമുക്ക് മൂക്കിൽ നിന്നോ അല്ലെങ്കിൽ വായിൽ നിന്നോ സ്വാബ് എടുക്കാനുള്ള ഒരു സ്റ്റിക്കാണ്. ഇതിൻ്റെ അറ്റത്തൊരു പഞ്ഞി പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ഒരു ടെസ്റ്റിംഗ് കിറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതിനകത്ത് ഞാൻ സ്വാബ് എടുത്തു കഴിഞ്ഞിട്ട് ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. നമുക്ക് ഇതിനകത്ത് ആ ഡ്രോപ്ലെറ്റ്സ് ഇട്ടിട്ട് നമുക്ക് കോവിഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കിറ്റുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും മെയിനായിട്ട് ഒരു യൂസർ മാനുവൽ ഉണ്ട്. നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഫുൾ യൂസർ മാനുവൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു പാക്കറ്റിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ അത് ഇംഗ്ലീഷിലുണ്ട്, അതുപോലെ തന്നെ ഹിന്ദിയിലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇംഗ്ലീഷിൽ, ഇതിൻ്റെ ഇപ്പുറത്ത് ഹിന്ദിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കിയിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനത് യൂസർ മാനുവലൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നോക്കിയിട്ട് കറക്റ്റായിട്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്വാബ് എടുക്കണം മൂക്കിൽ നിന്ന്. അപ്പോൾ അതിനായിട്ട് ഈ നേഷണൽ സ്വാബിൻ്റെ ഈ സ്റ്റിക്ക്, ഈ പാക്കറ്റ് നമ്മൾ പൊട്ടിക്കണം. അപ്പോൾ ഈ പാക്കറ്റ് നമ്മൾ പൊട്ടിക്കുമ്പോൾ നോക്കി പൊട്ടിക്കണം. ആ പഞ്ഞി ഇല്ലാത്ത ഭാഗം നമ്മൾ കയ്യിലെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ സ്റ്റിക്ക് ഞാനിത് എല്ലാം എടുത്തിട്ട് സ്റ്റിക്ക് കറക്റ്റായിട്ട് കയ്യിലെടുക്കും. എന്നിട്ട് ഇവർ യൂസർ മാനുവലിൽ പറയുന്നുണ്ട് ഈ ഒരു കോട്ടൺ ഉള്ള ഭാഗം നമ്മൾ മൂക്കിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യണം. 2 to 4 സെൻറ്റിമീറ്റർ വരെ ഇൻസേർട്ട് ചെയ്യണം. അതായത് നമുക്കൊരു റെസിസ്റ്റൻസ് തടസ്സം ഒരു തട്ടുന്ന വരെ ഇത് മൂക്കിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു 5 പ്രാവശ്യം തിരിക്കണം. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് തിരിക്കണം, കറക്റ്റായിട്ട് സ്വാബ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഞാനപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ മൂക്കിൻ്റെ ഒരു ഹോളിൽ നിന്ന് നമ്മൾ സ്വാബ് എടുത്തിട്ടുണ്ട്. കണ്ണൊക്കെ നിറഞ്ഞു പോയി കുത്തിക്കയറ്റുമ്പോഴത്തേനും. അപ്പോൾ രണ്ടാമത്തെ ഹോളിലും കൂടി ഇട്ട് ഇതേപോലെ തന്നെ സ്വാബ് എടുക്കണം എന്നാണ് അവർ യൂസർ മാനുവലിൽ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റായിട്ട് ആ സ്വാബ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇതിലും കൂടി എടുക്കാം, രണ്ടാമത്തെ ഹോളിലും കൂടി ഇട്ടിട്ട്.
അപ്പോൾ രണ്ടാമത്തെ ഹോളിൽ നിന്നും സ്വാബ് ഞാൻ എടുത്തിട്ടുണ്ട്. മൂക്കൊക്കെ എന്തോ ആയി, കണ്ണൊക്കെ നിറഞ്ഞു. അപ്പോൾ ഇനി ഈ സ്വാബ് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച ഒരു പ്രീഫിൽഡ് എക്സ്ട്രാക്ഷൻ ട്യൂബ് എന്ന് പറഞ്ഞിട്ടൊരു ട്യൂബ് ഉണ്ട്. ഇതേ ഈ ഓറഞ്ച് ക്യാപ്പുള്ള ട്യൂബ്. ഇത് നമ്മൾ ഈ കോട്ടന്റെ ഭാഗം ഇങ്ങനെ ആക്കിയിട്ട് തലതിരിച്ച് ഇതിൻ്റെ അകത്തോട്ട് മുക്കണം. ഇതിനകത്തൊരു ലിക്വിഡ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റൂല, ഇതിനകത്തൊരു ലിക്വിഡ് ഉണ്ട്. അപ്പോൾ നമ്മളത് തുറന്നിട്ട് ഈ അടപ്പ് കറക്റ്റായി തുറക്കുക. എന്നിട്ട് ഈ സ്വാബ് ഉള്ള ഭാഗം നമ്മൾ കറക്റ്റായിട്ട് അതിനകത്തോട്ട് മുങ്ങി നിൽക്കാൻ പാകത്തിന് മുക്കുക, താഴ്ത്തി വെക്കുക. ഇവിടെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ട്. ഈ സ്റ്റിക്ക് നമുക്ക് ഒടിക്കാനുള്ളൊരു പോയിന്റ് ഉണ്ട്. അവിടെ വെച്ച് നമ്മൾ ഈ സ്റ്റിക്ക് അങ്ങ് ഒടിച്ചെടുക്കുക. ബാക്കിയുള്ള ഭാഗം അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇട്ടിട്ട് ഇതിനൊരു അടപ്പുണ്ട്, ആ അടപ്പ് അങ്ങ് വെച്ച് അടയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് കുലുക്കുക. ഇത് നന്നായിട്ട് കുലുക്കുക. എന്നിട്ട് നമ്മളിത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇനി കിറ്റ് എടുക്കണം, ആന്റിജൻ ടെസ്റ്റ് ചെയ്യുന്ന കിറ്റ്. ഞാൻ നേരത്തെ കാണിച്ചു ഈ കവറിലാണ് ടെസ്റ്റിംഗ് കിറ്റ് ഉള്ളത്. ഇതാ ഇത്രേ ഉള്ളൂ ആന്റിജൻ ടെസ്റ്റ് ചെയ്യുന്ന കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രഗ്നൻസി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന അതേപോലത്തെ ഒരു കിറ്റാണിത്. ഈ കിറ്റിലോട്ട് ഇവിടെ നമുക്ക് ഡ്രോപ്ലെറ്റ്സ് ഇടാനുള്ള ഒരു ചെറിയൊരു ഭാഗമുണ്ട്. അവിടേക്ക് നമ്മൾ 2 ഫുൾ ഡ്രോപ്ലെറ്റ്സ് ആ ഒരു ട്യൂബിൽ നിന്ന് നമ്മൾ ഇതിനകത്തോട്ട് ഇടണം. അപ്പോൾ നമുക്കത് അങ്ങനെ നോക്കാം. ഞാനത് ഇടാൻ പോവാണ്. ഇത് വീഴുന്നില്ലല്ലോ. അപ്പൊ ഞാൻ 2 ഫുൾ ഡ്രോപ്ലെറ്റ് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിത് ക്യാമറ അടുത്തുകൊണ്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതാ ഞാൻ ആ ഡ്രോപ്ലെറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആ കിറ്റിൻ്റെ നിങ്ങൾക്ക് കാണാം ഒരു വയലറ്റ് കളറ് ആ ഡ്രോപ്ലെറ്റ് ഇങ്ങനെ കയറി പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് സി എന്നും ടി എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ സിൻ്റെ അവിടെ ഒരു ലൈനാണ് വരുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവാണ്. സിൻ്റെ അവിടെ 2 ലൈനാണ് വരുന്നതെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 15 to 20 മിനിറ്റ് അല്ലെങ്കിൽ 10 to 15 മിനിറ്റിൽ റിസൾട്ട് കാണിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. അങ്ങനെ നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പോസിറ്റീവ് ആയിട്ടില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അവിടെ ഒരു ലൈൻ മാത്രമേ വന്നുള്ളൂ 15 മിനിറ്റിന് ശേഷവും. ടി എന്ന് എഴുതിയിരിക്കുന്നിടത്ത് കൂടി ഒരു ലൈൻ വരികയാണെങ്കിലാണ് നമ്മൾ പോസിറ്റീവ് ആണെന്ന് പറയുക. അതായത് റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് പോസിറ്റീവ് ആവണമെങ്കിൽ സിൻ്റെ അവിടെ ഒരു ലൈൻ വരണം, ടീൻ്റെ അവിടെ ഒരു ലൈൻ വരണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിൽ പോസിറ്റീവ് ആണെന്ന് പറയുക. അപ്പോൾ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിൽ പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോവിഡ് പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. അതേപോലെ ഈ ആൻറ്റിജൻ ടെസ്റ്റിൽ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കോവിഡ് ഇല്ല എന്നും പറയാൻ പറ്റത്തില്ല. കാരണം വൈറസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ ആൻറ്റിജൻ ടെസ്റ്റ് നെഗറ്റീവേ കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സിംറ്റംസ് ഒക്കെ ഉള്ളവർ ഈ ടെസ്റ്റ് തൃപ്തി ഇല്ലാത്തവരും RT-PCR ടെസ്റ്റും കൂടി ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആയവർ RT-PCR ടെസ്റ്റും കൂടി ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് പോസിറ്റീവ് ആയവർ ജസ്റ്റ് നമ്മളൊരു കോവിഡ് സെൽഫ് എന്ന് പറഞ്ഞിട്ട് ആപ്പുണ്ട്, മൊബൈൽ ആപ്പുണ്ട് ഇവരുടെ. ഈ ആപ്പിൽ ഈ ഒരു കിറ്റിൻ്റെ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽഡ് റിപ്പോർട്ടായിട്ട് നമുക്ക് മൊബൈലിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, നമ്മുടെ ഒരു കോവിഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ആ റിപ്പോർട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് സെൻ്ററിൽ അറിയിക്കുക, നമ്മൾ അതിനുള്ള ക്വാറന്റൈൻ നടപടികൾ എന്താണെന്ന് വെച്ചാൽ സ്വീകരിക്കുക. അപ്പോൾ അങ്ങനെ എന്നിട്ട് സേഫായിട്ടിരിക്കുക എല്ലാവരും. അങ്ങനെ ഞാൻ ടെസ്റ്റൊക്കെ ചെയ്ത് റിസൾട്ട് വന്നു, നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഡിസ്പോസൽ ബാഗ് കാണിച്ചായിരുന്നു. ഈ ഡിസ്പോസൽ ബാഗിൻ്റെ അകത്ത് വേണം നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത സാധനങ്ങളെല്ലാം ഇട്ടിട്ട് കളയാൻ വേണ്ടി. അതായത് ഇതെല്ലാം 1 ടൈം യൂസാണ്. രണ്ടാമതൊരു തവണ നമുക്ക് ഈ കിറ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസ്പോസൽ ബാഗിൻ്റെ അകത്ത് ഈ കിറ്റ് എല്ലാം, പ്രത്യേകിച്ച് ആ പ്രീഫിൽഡ് ട്യൂബ്, ആ നെസൽ സ്വാബിൻ്റെ സ്റ്റിക്ക് എല്ലാം ഇട്ട്
കറക്റ്റായിട്ട് അടച്ച് വെച്ചിട്ട് ഇത് ഡിസ്പോസ് ചെയ്യണം. ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസിലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കിപ്പോൾ വീട്ടിലായതുകൊണ്ട് ഇത് കത്തിച്ച് കളയാം, അതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗം. കത്തിച്ച് കളയാം. അപ്പോൾ ഈ ഒരു മൈലാബ് കോവിസെൽഫ് എന്ന് പറഞ്ഞ ഈ ഒരു ടെസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. 18 വയസ്സിന് മുകളിലുള്ള ഒരാളെ കൊണ്ടേ നമ്മൾ സ്വാബ് കളക്ട് ചെയ്യിക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു, നിങ്ങൾ വേറെ ആരെങ്കിലും സഹായത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരാളെ കൊണ്ടേ ഇത് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും ഈ ഒരു ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്തിട്ട് കോവിഡ് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ടെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിലോ ആരെങ്കിലും വിട്ടൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇതേപോലത്തെ ഒരു കിറ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇത് നിർബന്ധമൊന്നുമില്ല ഇതിനകത്ത് തന്നെ ടെസ്റ്റ് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് പുറത്ത് പോയി ഹോസ്പിറ്റലിൽ പോയിട്ടും ടെസ്റ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചത്. പലരും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് പലരും ചെയ്യുന്നത്, എല്ലാവരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.